പ്രിയപ്പെട്ടവരെ അറിയാം, ഈ മാസം ഇറങ്ങിയ സെൻസിംഗ് മാസിക ഫെബ്രുവരി ലക്കം ഒന്ന് വായിക്കണം. നമ്മളൊക്കെ ഞങ്ങൾക്ക് ആരോട് പരാതിയില്ല, ഞങ്ങൾക്ക് ആരോട് പരിഭവമില്ല. ലീഗിനെ കല്ലെടുത്തറിയവനെ പോലും ഈ പതാകയ്ക്ക് കീഴിൽ നിർത്താൻ പാണക്കാട് തങ്ങളും കൂട്ടരും തയ്യാറാ. ഞങ്ങൾ എപ്പോഴും പറയാതാ, നിങ്ങൾ ഞങ്ങളെ കല്ലെടുത്തെറിഞ്ഞോളൂ, പക്ഷേ നിങ്ങൾക്കും തണലായിട്ട് ഈ ഹരിത പതാക ഉണ്ടാകും, നിങ്ങൾക്കും തണലായിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ പതാകയെ ഉണ്ടാകൂ എന്ന് അവരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഈ 3 കൊല്ലത്തെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് പാറന്നൂർ മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ ലേഖനമുണ്ട്. സുന്നികളുടെ വോട്ട് ആർക്ക് എന്ന് ചോദിച്ച ലേഖനം ഫെബ്രുവരി മാസത്തെ സെൻസിംഗ് പുറത്തിറങ്ങി കഴിഞ്ഞു. എന്താ കാര്യം അറിയോ? എന്താ കാര്യം? കഴിഞ്ഞ ഹജ്ജിന് തൊട്ട് മുൻപത്തെ ഹജ്ജ് മറക്കാൻ പറ്റൂല. ആ ഹജ്ജിനാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളം മണ്ഡലത്തിലെ വിളക്കോട്ടൂരിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോവുക. എവിടേക്കാ പോണത്? പരിശുദ്ധ മക്കയിലേക്കാ. ആരാ പോകുന്നത്? സഖാവ് CP മെഹമൂദും കുടുംബവുമാ. ആരാ സഖാവ് മെഹമൂദ്? നല്ല സഖാവ് മാത്രല്ല, നല്ല സുന്നിക്കാരനുമാ. എവിടേക്കാ പോകുന്നത്? രാത്രി 9 മണിക്ക് ദീർഘനേരത്തെ പ്രാർത്ഥനയാ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. പടച്ചതമ്പുരാനെ നിന്റെ വിളിക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇതാ പരിശുദ്ധ മക്കയിലേക്ക് പോരുകയാ. കെട്ടിപ്പിടിച്ചു, മുത്തം വെച്ചു, കരഞ്ഞിറങ്ങിയ. ഇറങ്ങാൻ നേരത്തെ മെഹമൂദിന് ഓർമ്മ വന്നത് 2 ദിവസം മുൻപ് കടവത്തൂരിൽ മുസ്ലിം ലീഗും CPM-ഉം ചെറിയ തല്ലുംപിടി ഉണ്ടായിട്ടുണ്ട്. യാത്രയിൽ വല്ല തടസ്സമുണ്ടെന്ന് അറിയാൻ മെഹമൂദ് ഫോൺ എടുക്കുക. ആരെയാ വിളിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയല്ല. ഹജ്ജിന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും സഖാവ് മെഹമൂദിന് വിശ്വാസം കമ്മ്യൂണിസ്റ്റുകാരെയാ. പൊയിലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് രാഘവൻ മാസ്റ്ററെ മാഷ വിളിച്ചു ചോദിച്ചു. മാഷ് പറഞ്ഞു, മെഹമൂദെ കുഴപ്പമില്ല, കടവത്തൂർ ഭാഗത്ത് കൂടെ പോയിക്കോ. ഇത് കേട്ടാക്കളാതെ ചിത്രനായ മെഹമൂദ് തന്റെ ബാപ്പയെയും കൂട്ടരെയും ഒക്കെ വാഹനങ്ങളിലാക്കി. 7 വാഹനങ്ങളിലാ യാത്ര. മുന്നിലെ വാഹനം ടൊയോട്ട ഇന്നോവ. കൃത്യം 9:20 പെരിങ്ങളം പഞ്ചായത്തിനെയും തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തിനെയും വേർപിരിക്കുന്ന എലിത്തോട് പാലത്തിലെത്തി ഈ സംഘം. ഈ സംഘത്തെ ഒരു സംഘം ആളുകൾ തടയുന്നു. മെഹമൂദ് ഗ്ലാസ് താഴ്ത്തി നോക്കി. ആരാണ് തടയുന്നത് എന്നറിയാൻ മെഹമൂദ് അത്ഭുതപ്പെട്ടു പോയി. മെഹമൂദിനോട് ഈ ഭാഗത്ത് കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ രാഘവൻ മാസ്റ്റർ തടയാൻ മുന്നിൽ നിൽക്കുന്നു. മെഹമൂദ് ചോദിച്ചു, മാഷെ നിങ്ങളല്ലേ എന്നോട് പോകാൻ പറഞ്ഞത് ഇതിലൂടെ? മാഷക്ക് മുണ്ടാട്ടില്ല. മെഹമൂദ് നോക്കിയപ്പോ മറ്റൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആരാ? സഖാബ് CS ബാബു. ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ 2 ആള്, 50ഓളം വരുന്ന ഗുണ്ടകളായ സഖാക്കന്മാർ. മെഹമൂദ് ആവത് പറഞ്ഞു നോക്കി, കേട്ടില്ല. അപ്പോഴാണ് മെഹമൂദിന്റെ വന്ധ്യവയോധികനായ ബാപ്പ 75 വയസ്സുള്ള കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. സഖാക്കളോട് പറഞ്ഞു, സഖാക്കളെ, നിങ്ങൾക്ക് ആളുകളെ തെറ്റിപ്പോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈക്ക സുന്നിയല്ല ഞങ്ങള്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലീഗ് സുന്നിയുമല്ല. ഞങ്ങൾ ആരാണെന്നറിയോ? ഞങ്ങൾ ആരാണെന്നറിയോ? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ഞങ്ങൾ ചൊല്ലാത്ത സ്വലാത്തുകളുണ്ടോ? ഞങ്ങൾ പാടാത്ത വികറുകളുണ്ടോ? ഞങ്ങൾ പോകാത്ത മക്കബറകളുണ്ടോ? മമ്പറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ മക്കബറയിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചത് പടച്ചതമ്പുരാനെ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള പിണക്കം നീ ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച ഷെയ്ഖുസ്സമാൻ AP ഉസ്താദിന്റെ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾ വെറുതെ വിട്ടൂടെ? പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഞങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ. ഈ ഉസ്താദ് ഷെയ്ഖുന ഇതൊക്കെ ഇവർക്ക് മലപ്പുറത്താ. കണ്ണൂരിൽ നേരെ ചെന്ന് മക്കളാണ് നിസ്കരിക്കാൻ പോലും സമ്മതിക്കില്ല. പിന്നല്ല ഉസ്താദ്, പിന്നല്ല ഷെയ്ഖുന. ഇവര് കരുതി ഇത് മുന്തിയ സാധനങ്ങളാണെന്ന് കരുതി അടി കൂടുതൽ കൊടുത്തു. കരിപ്പൂരിലേക്ക് പോകേണ്ട ഹാജിമാരുടെ സംഘം ആശുപത്രിയിലേക്ക് പോയി. ഏതാ കേരളം? 1956 നവംബർ 1 കേരളമുണ്ടായി. പലരും കേരളം ഭരിച്ചു, പല പാർട്ടിക്കാർ മാറി മാറി ഭരിച്ചു. കേരളത്തിന്റെ തെരുവീതിയിൽ RSSകാരൻ പോലും ഹാജിമാരെ തടയാൻ ധൈര്യം കാട്ടിയിട്ടില്ല. ആ കേരളത്തിന്റെ മണ്ണില നമ്മൾ സ്വലാത്ത് ചൊല്ലി, നമ്മൾ ദിക്റ് പാടി അധികാരത്തിലെത്തിയ ഗവൺമെന്റ് നാട് ഭരിക്കുമ്പോ ആ പാർട്ടിക്ക് മൃഗീയ സ്വാധീനമുള്ള കണ്ണൂരിന്റെ മണ്ണിലാണ് ആരാണോ ഇവർക്ക് അനുകൂലമായി നിന്നത് ആ അനുകൂലമായ ആളുകളെ തന്നെ താൻ കേണപേക്ഷിച്ചിട്ട് പോലും വെറുതെ വിടാതെ തടഞ്ഞു നിർത്തിയത്. പിന്നെ പ്രതികരിക്കാതിരിക്കോ? കഴിഞ്ഞ ഈ ജനുവരിയല്ല, 2008 ജനുവരി മാസം 29-ാം തീയതി സ്വരാജ് പത്രം വായിച്ചു ഞാൻ ഞെട്ടിപ്പോയി. എന്താ സംഗതി? 2008 ജനുവരി 28-ാം തീയതി കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിൽ ഒരു പരിപാടിയാണ്. എന്താ പരിപാടി? SSFന്റെ ഓഫീസ് ഉദ്ഘാടനം. ആരാ ഓഫീസ് ഉദ്ഘാടകൻ? മുഹമ്മദ് സഖാഫി പൂക്കോം. ആരാണ് മുഹമ്മദ് സഖാഫി പൂക്കോം? കണ്ണൂർ ജില്ലാ SSFന്റെ മുൻ പ്രസിഡന്റാണ്. ഇദ്ദേഹത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുപോലെ വേദിയിൽ പ്രസംഗിക്കാം. പ്രസംഗം അങ്ങോട്ട് തുടങ്ങിയപ്പോ 4-5 സഖാക്കൾ സ്റ്റേജിലേക്ക് വന്നു. സഖാഫിയോട് തലയിലെ തൊപ്പിയിടാൻ പറഞ്ഞു. സഖാഫി പറഞ്ഞു, ഇത് ഉസ്താദിന്റെ ആളുകളുടെ പരിപാടിയല്ല, എന്തിനാ തൊപ്പിയിടുന്നത്? ഉടനെ ഒറ്റ അടിയാ. സഖാഫി കരണം കുത്തി മറിഞ്ഞ് 4 മറിച്ചില്ല എണീറ്റുന്ന. എന്നിട്ടോ നാസറാജി ആ യോഗത്തിന്റെ അധ്യക്ഷനാണ്. എഴുതി വെച്ച നാസറാജി പാപ്പിനിശ്ശേരി പഞ്ചായത്ത് SYSന്റെ ജനറൽ സെക്രട്ടറിയാണ്. നാസറാജി തടയാൻ ചെന്നു. നാസറാജിയോട് സഖാക്കൾ പറഞ്ഞു ഈ തൊപ്പി ഊരി വെക്കാൻ. നാസറാജി കൂട്ടാക്കിയില്ല. നാസറാജിയെയും അടിച്ചു. ഈ വാർത്തയാണ് ജനുവരി 29-ാം തീയതി ചൊവ്വാഴ്ച സിറാജ് പത്രത്തിൽ വന്നത്. അടിക്കിട്ടി മേല്.
പിന്നെ ഹിറാ സെന്ററിലേക്ക് റെയ്ഡിന് പോയത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്തല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർ വല്ലാത്ത ആവേശമായിരുന്നു. ഞങ്ങള് 2-3 സ്കൂളിന് അംഗീകാരം തരാത്തതിന്റെ പേര് ഞങ്ങളോട് പിണങ്ങിപ്പോയവരോട് ചോദിക്കട്ടെ, കൊല്ലം 3 ആ സ്കൂളിന് അംഗീകാരം കിട്ടിയോ? ഞങ്ങൾ തന്നിട്ടില്ല എന്ന് നിങ്ങൾ വാശി പിടിച്ച് മാറി നിന്ന സ്കൂളിന് അംഗീകാരം കിട്ടിയോ? കിട്ടില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആകെ കൊടുത്തത് 16 സ്കൂളുകൾക്കാണ് അംഗീകാരം. 16 സ്കൂളുകൾക്ക് NOC കൊടുത്തത്. അതിനെങ്ങനെ കൊടുത്തത്? ആ 16 സ്കൂളുകൾക്ക് NOC കൊടുത്തത് ആരെങ്കിലും കോടതിയിൽ പോയാൽ തള്ളിപ്പോകുന്ന വിധത്തിലാണ്. ഒരാൾ കോടതിയിൽ പോയി 16 സ്കൂളിന്റെ അംഗീകാരവും തള്ളി. ഞാൻ ചോദിക്കട്ടെ, മാന്യമായിട്ടും ഈ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഈ 16 സ്കൂളുകൾക്ക് അംഗീകാരം കിട്ടാൻ സുപ്രീം കോടതി പോണ്ടേ? പോയോ? ബേബിയുടെ ഗവൺമെന്റ് പോയിട്ടില്ല എന്ന് മാത്രമല്ല, പാർട്ടിയും മന്ത്രിസഭയും തീരുമാനിച്ചു ഇനി അതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണ്ട. ഇപ്പൊ ആ മാനേജ്മെന്റുകൾ ഒറ്റക്ക് പോവുക. ഞങ്ങളെ കല്ലെടുത്തെറിയാൻ നിങ്ങൾ കാണിച്ചു. ആകെ കിട്ടിയത് വഖഫ് ബോർഡ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം. ആ ചെയർമാൻ സ്ഥാനം പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. ഒരു വേള ബഹുമാനിയായ അബ്ദുൽ ഹമീദ് സാഹിബിന് രാജിവെക്കേണ്ടി വന്നു, രാജ്യഭീഷണി മുടക്കേണ്ടി വന്നു. ഒടുക്കം ഇയാളെ പോലും നോക്കുകുത്തിയാക്കിയിട്ട് ഈ കമ്മിറ്റിയിൽ അംഗം പോലും അല്ലാത്ത പാലോളി മുഹമ്മദ് കുട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി വാരിക്കോരിയെടുത്ത പൈസ, ഹാജിമാരുടെ പൈസ എത്രയാണ് ഇദ്ദേഹം TA ഇനത്തിൽ തട്ടിയെടുത്തത്? പത്രത്തിൽ 2 ദിവസം മുൻപ് വന്നു. അങ്ങനെ തന്ന അധികാരം പോലും പ്രയോഗിക്കാൻ സാധ്യമല്ലാത്ത വിധം ഞാൻ പറഞ്ഞു വരുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ മിത്രമാണ് എന്ന് ആരും കരുതണ്ട. കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിങ്ങളെ സ്നേഹിച്ച ഒരു ചരിത്രം ലോകത്തില്ല. പിന്നെ കേരളം, ലോകത്തെവിടെയും ഇവർ നമ്മളെ ചതിച്ചിട്ടില്ല. വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം പോലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയി. ഞാൻ ചോദിക്കട്ടെ, വഖഫ് ബോർഡിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ല. KV അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന MLA ബഹുമാനായ ഹുസൈൻ മടവൂരിനേക്കാൾ പ്രഗത്ഭനാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അലി അബ്ദുള്ള മൗലവിയേക്കാൾ പ്രഗത്ഭനാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പിന്നെ അബ്ദുറഹിമാൻ പെരിങ്ങാടി എന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവിനേക്കാൾ പ്രഗത്ഭനാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഈവൻ PDPയുടെ KA ഹസനേക്കാൾ മുന്തിയവനാണ് അബ്ദുൽ ഖാദർ എന്ന അഭിപ്രായം ലീഗിനില്ല. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഞങ്ങൾ ഒരു നേതാവിനെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു സംഘടനയെയും ആക്ഷേപിക്കുന്നില്ല. പക്ഷെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ ഈ സംഘടനക്കാരോട്, മുസ്ലിം ലീഗിന് വേദനയെങ്കിലും പറഞ്ഞൂടെ? ഇത് ചെയ്തു പോയത് തെറ്റാണെന്ന് ലീഗ് പറയുമ്പോൾ നിങ്ങൾ ലീഗിനോട് ദേഷ്യം പിടിക്കരുത്. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഇസ്ലാമിന്റെ വഖഫ് സ്വത്തുക്കൾ ഞങ്ങളുടെ പൂർവ്വപിതാമഹന്മാർ അവർ അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവരുടെ ഭൂമി വിട്ടുകൊടുത്തത്, അവരുടെ സമ്പത്ത് ചെലവഴിച്ചത്. എന്തിനാ? അള്ളാഹുവിന്റെ ലോകത്ത് സ്വർഗം കിട്ടാൻ. ആ സ്വത്തുക്കൾ ആരാണ് കുട്ടരെ കൈകാര്യം ചെയ്യേണ്ടത്? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ. ആരെങ്കിലും കാണാൻ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പോയാൽ പോരാ, പടച്ച തമ്പുരാനിൽ വിശ്വാസമുള്ളവനായിരിക്കണം. നിങ്ങൾ വിശ്വാസിയാണോ? പത്രക്കാരുടെ ചോദ്യം. ഞാൻ നിഷേധിയല്ല. മറുപടി, നിങ്ങൾ വിശ്വാസിയാണോ? വീണ്ടും ചോദ്യം. ഞാൻ മതനിഷേധിയല്ല. വീണ്ടും ചോദ്യം, നിങ്ങൾ വിശ്വാസിയാണോ? അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം